എല്ലാവർക്കും നമസ്കാരം. ബിടെക് മാത്തമാറ്റിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് MAT 101 ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് എന്ന് പറയുന്ന ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസ് പഠിക്കുന്ന പേപ്പറിന്റെ രണ്ടാമത്തെ മൊഡ്യൂൾ മൾട്ടി വാരിയബിൾ കാൽക്കുലസ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് മൊഡ്യൂൾ ആണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. മൾട്ടി വാരിയബിൾ കാൽക്കുലസ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന സെക്കൻഡ് മൊഡ്യൂളിലെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത്. അതിലെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ചെയിൻ റൂള്, ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ, റിലേറ്റീവ് എക്സ്ട്രീമ, ഡിഫറൻഷ്യൽസ്. ചെയിൻ റൂളിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ക്വസ്റ്റ്യൻ ആണ്, അതായത് 7 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ ആണ്, 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചെയിൻ റൂളിൽ നിന്നുണ്ടായത്. ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ ഒരു 7 മാർക്ക്, ഇതിൽ നിന്നും ഒരു 7 മാർക്ക്, ഡിഫറൻഷ്യലിൽ നിന്നും ഒരു 7 മാർക്ക്, അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അതുപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള മൊഡ്യൂൾ ആണെങ്കിലും കൂടെ പക്ഷേ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഇപ്പൊ ചെയിൻ റൂളിലെ ക്വസ്റ്റ്യൻസ്, ചെയിൻ റൂളും പാർഷ്യൽ ഡെറിവേറ്റീവ്സിലെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ. പാർഷ്യൽ ഡെറിവേറ്റീവ് ആരും മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ z ഈക്വൽ ടു f ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ 2 വേരിയബിളിൽ വരുന്ന ഫംഗ്ഷനോ അല്ലെങ്കിൽ w ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്ന 3 വേരിയബിളിൽ വരുന്ന ഫംഗ്ഷനെയോ ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, പാർഷ്യൽ ഡെറിവേറ്റീവ് ഉപയോഗിക്കാം. ഇവിടെ ഈ ഫംഗ്ഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് ഉപയോഗിക്കും. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറയുന്ന സിമ്പിൾ അല്ലെങ്കിൽ ഇക്വേഷൻ ഉപയോഗിക്കും. ഓക്കെ, ഇതിനെ നമ്മൾ എഫ് എക്സ് എന്ന് പറയും അല്ലെ, ഇതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഇതിനെയാണെങ്കിൽ എഫ് വൈ എന്ന് പറയും. ഓക്കെ, അത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് 2 ഓർഡറിൽ വരുന്ന ഫസ്റ്റ് ഓർഡറിൽ വരുന്ന 2 ഡെറിവേറ്റീവ്സ് ആണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് വരും, അതിനെ നമ്മൾ എഫ് എക്സ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ വരും, അതിനെ നമ്മൾ എഫ് വൈ എന്ന് വിളിക്കും. അതുപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് വരും, അതിനെ നമ്മൾ എഫ് സെഡ് എന്നും വിളിക്കും. ഓക്കെ, ഇതൊക്കെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഇനി ഇതിന്റെ ഹയർ ഓർഡർ ഡെറിവേറ്റീവുകൾ ഉണ്ട്. അപ്പോൾ ഇതിനെ പിന്നെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ കിട്ടും അല്ലെ. അതിനെ നമ്മൾ എഫ് എക്സ് എക്സ് എന്നാണ് പറയുക, സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. ഇതിനെ പിന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ കിട്ടും, അതിനെ നമ്മൾ എഫ് വൈ വൈ എന്നാണ് പറയുന്നത്. ഇനി ഇതല്ലാതെ വേറെ 2 ഡെറിവേറ്റീവ്സും കൂടെ ഉണ്ട്. അതായത് ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നത് ഡോ സെഡ് ബൈ ഡോ വൈ ഡോ എക്സ് എന്നാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് എഫ് എക്സ് വൈ എന്നാണ് കേട്ടോ, എഫ് എക്സ് വൈ. അത് ആദ്യം നമ്മൾ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും, പിന്നെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇവിടെ ആദ്യം എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും, പിന്നെ വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ പിന്നെ ഈ കാണുന്ന ഫംഗ്ഷനെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യും, ഡോ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ, ദാറ്റ് ഈസ് എഫ് വൈ എക്സ് നമ്മൾ വിളിക്കും. ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ, പിന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ, പിന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഈ 2 മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, സെക്കൻഡ് ഓർഡർ മിക്സഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. അത് 0 ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് 3 മാർക്കിന് ചോദിച്ചേക്കാം, 0 ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് ഓർഡർ ഇവിടേക്കൊക്കെ വരുമ്പോഴും ഇതേപോലെ ഇഷ്ടംപോലെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സിൽ നിന്ന് ചെയിൻ റൂൾ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു ഈക്വൽ ടു എഫ് ഓഫ് x by y, y by z, z by x, x by y, and y by z, and z by x. Find the value of x into dou u by dou x plus y into dou u by dou y plus z into dou u by dou z. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കുക. ഇവിടെ ചെയിൻ റൂൾ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം യു എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അതിനകത്ത് എന്തുണ്ട്, എഫ് ഓഫ് എഫ് ഏതാന്ന് നമുക്കറിയില്ല. എഫിന്റെ അകത്ത് എക്സ് ബൈ വൈ, വൈ ബൈ സെഡ്, സെഡ് ബൈ എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വാരിയബിൾസ് പിന്നെയും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഫംഗ്ഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്തിട്ട് എഴുതും. യു ഈക്വൽ ടു എഫ് ഓഫ് ആർ എസ് ടി എന്ന് എഴുതാം, ആർ എസ് ടി എന്ന് എഴുതാം. വേർ അതിനകത്തുള്ള സാധനങ്ങൾ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ബൈ വൈ ആണ്.
അതുപോലെ എസ് എന്ന് പറയുന്നത് y ബൈ z ആണ്. അതുപോലെ ടി എന്ന് പറയുന്നത് z ബൈ എക്സ് ആണെന്നും എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. യു എന്ന് പറയുന്നത് ആറിലും എസിലും ടിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. ആർ എന്ന് പറയുന്നത് എക്സിലും വൈയിലുള്ള ഫംഗ്ഷൻ ആണ്. എസ് എന്ന് പറയുന്നത് വൈയിലും സെഡിലുള്ള ഫംഗ്ഷൻ ആണ്. ടി എന്ന് പറയുന്നത് സെഡിലും എക്സിലുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ട്രീ കൺസ്ട്രക്ട് ചെയ്യാം. എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും? യു എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതിനകത്തുള്ള വാരിയബിൾസ് 3 വാരിയബിൾസ് ആണുള്ളത്. ഒന്ന് ആർ, പിന്നെ ഒന്ന് എസ്, പിന്നെ ഒന്ന് ടി, ആർ എസ് ടി. ദെൻ ഈ ആറിനകത്ത് ഏതൊക്കെ വാരിയബിൾസ് ഉണ്ട് നോക്കാം. ആറിൽ 2 വാരിയബിൾസ് ആണ് നമുക്കിവിടെ കാണാനുള്ളത്. എക്സ് ഉണ്ട്, അതുപോലെ തന്നെ വൈ ഉണ്ട്. എസിലും 2 വാരിയബിൾസ് ആണ്, വൈയും സെഡും. അതുപോലെ ടിയിലും 2 വാരിയബിൾസ് ആണ്, സെഡും എക്സും. ഓക്കെ, അങ്ങനെ വാല്യൂസ് നമുക്ക് വരുന്നുണ്ട്. 3 വാരിയബിൾസ് യുവിൽ വരുന്നുണ്ട്. ആ യുവിൽ വരുന്ന ആറിലും എസിലും ടിയിലും ഓരോ 2 വാരിയബിൾസ് വേറെയും വരുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ നമുക്ക് ആ ചെയിൻ ഉപയോഗിച്ചുകൊണ്ട് എഴുതാം. നോക്കിക്കോളൂ, ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എന്താണ്? യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ യു എന്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടേക്കാണ് എക്സ് ഉള്ളത് നോക്കുക. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെയും എക്സ് ഉണ്ട്. അപ്പൊ ഈ 2 ട്രീയിലാണ് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ഈ 2 ട്രീയിലാണ് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ യുവിനെ ആദ്യം ആറിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് ആറിനെ നമ്മൾ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല, കാരണം ഇതിനകത്ത് എക്സ് ഇല്ല. പിന്നെ ഇവിടെ മാത്രം എടുത്താൽ മതി. യുവിനെ നമ്മൾ ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും, പിന്നെ ടീനെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അതായത് ഇങ്ങനെ കിട്ടും നമുക്ക് ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ്. ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് എന്ന് കിട്ടും. പ്ലസ് അടുത്തത് എന്തുണ്ട്? ഡോ യു ബൈ ഡോ ടി. ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ടിയിൽ വരുന്ന എക്സ്, അതായത് ഡോ ടി ബൈ ഡോ എക്സ്. ഇങ്ങനെ നമുക്കിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ആ ഫോമിൽ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓരോന്നോരോന്നായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തോളൂ. ഡോ യു ബൈ ഡോ ആർ, ഡോ യു യു എന്ന് പറഞ്ഞ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്, നമുക്കറിയില്ല അതെന്താണെന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ എഴുതാം, ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ്. ഇതാണ് ആർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 ബൈ വൈ കോൺസ്റ്റന്റ് ആണ്. 1 ബൈ വൈനെ പുറത്തേക്ക് എടുത്തിട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തെന്ന് വരും? 1 എന്ന് വരും. അപ്പൊ അവിടെ അത് 1 ബൈ വൈ എന്ന് കിട്ടും. പ്ലസ് അടുത്തത് ഡോ യു ബൈ ഡോ ടി. യു എന്ന് പറഞ്ഞ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്, നമുക്ക് അറിയില്ലാതെ എന്താന്നുള്ളത്. അതുപോലെ തന്നെ എഴുതാം, ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ് ആണ് അടുത്തത്. അപ്പൊ ടി എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കുക, ഇതാണ് ടി. ടി സെഡ് ബൈ എക്സ് ആണ്. അപ്പൊ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സെഡിനെ നമ്മളിവിടെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? -1 ബൈ എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പൊ ഇവിടെ ഡോ ടി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുക? -z ബൈ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അതായത് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 ബൈ വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ്, സോറി ഡോ യു ബൈ ഡോ ആർ -z ബൈ എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ യു ബൈ ഡോ ടി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഈ ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡോ യു ബൈ ഡോ എക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ അടുത്തത് നമ്മൾ ഡോ യു ബൈ ഡോ വൈ കണ്ടുപിടിക്കണം. ഡോ യു ബൈ ഡോ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ വൈയിലാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ ചെയിനകത്ത് അല്ലെങ്കിൽ ഈ ട്രീക്കകത്ത് എവിടേക്കാണ് വൈ ഉള്ളത് നോക്കുക. അത് ഇവിടെ വൈ ഉണ്ട്, ഇവിടെയും വൈ ഉണ്ട്. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ആർ വിത്ത് റെസ്പെക്ട് ടു വൈ, യു വിത്ത് റെസ്പെക്ട് ടു എസ് വിത്ത് റെസ്പെക്ട് ടു വൈ, അങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഫോമുല നമുക്ക് എഴുതാം, ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ്, സോറി ഡോ വൈ ആണ് കേട്ടോ, എക്സ് അല്ല, വൈയിലാണല്ലോ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഡോ യു ബൈ ഡോ വൈ പ്ലസ് അടുത്തത് ഡോ യു ബൈ ഡോ എസ്, ഡോ യു ബൈ ഡോ എസ് ഇൻറ്റു ഡോ എസ് ബൈ ഡോ വൈ, ഡോ എസ് ബൈ ഡോ വൈ. ഇതാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് കിട്ടുക നോക്കിക്കേ, ഡോ യു ബൈ ഡോ ആർ, അതിനെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, ഇൻറ്റു ഡോ ആർ ബൈ ഡോ വൈ. ഇവിടെ ആർ എന്ന് പറയുന്നത് എക്സ് ബൈ വൈ ആണ്. അപ്പൊ അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -x ബൈ വൈ സ്ക്വയർ എന്ന് വരും. മൈനസ് എക്സിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം, 1 ബൈ വൈയുടെ ഡെറിവേറ്റീവ് ആണ് -1 ബൈ വൈ സ്ക്വയർ. പ്ലസ് അടുത്ത എന്തുണ്ട്, ഡോ യു ബൈ ഡോ എസ് ഇൻറ്റു ഡോ എസ് ബൈ ഡോ വൈ ഉണ്ട്. എന്താണ് ഡോ എസ് ബൈ ഡോ വൈ? 1 ബൈ z ആയിരിക്കും, കാരണം എസ് എന്ന് പറയുന്നത് y ബൈ z ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം, ഈ ഒരു ഇക്വേഷനെ -x ബൈ വൈ സ്ക്വയർ ഡോ യു ബൈ ഡോ ആർ പ്ലസ് 1 ബൈ z
ഡോ യു ബൈ ഡോ എസ് എന്നുള്ള. ഓക്കെ, അത് രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് കിട്ടും. ഇനി അടുത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡോ യു ബൈ ഡോ സെഡ് ആണ്. അതും നോക്കാം നമുക്ക്. ഡോ യു ബൈ ഡോ സെഡ് എന്ന് പറയുന്നത് സെഡില് ഇവിടെ എവിടേക്കാണ് സെഡ് ഉള്ളത്? ഇവിടെയും സെഡ് ഉണ്ട്, ഇവിടെയും സെഡ് ഉണ്ട്. അപ്പോൾ ഡോ യു ബൈ ഡോ എസ് ബൈ ഡോ സെഡ്, ഡോ യു ബൈ ഡോ ടി ബൈ ഡോ സെഡ് അങ്ങനെ എഴുതിയാൽ മതി. ദാറ്റ് ഈസ് ഡോ യു ബൈ ഡോ എസ് ഇൻറ്റു ഡോ എസ് ബൈ ഡോ സെഡ് പ്ലസ് ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ സെഡ്. That is equal to dou u by dou s into dou s by dou z. S എന്ന് പറഞ്ഞാൽ ഇതാണ് ഫംഗ്ഷൻ അല്ലെ. അപ്പൊ അവിടെ വിത്ത് റെസ്പെക്ട് ടു z ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് y ബൈ z സ്ക്വയർ എന്നാണ് കിട്ടുക. പ്ലസ് ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഇവിടുത്തെ ഡോ ടി ബൈ ഡോ സെഡ് ആണ്. ഇതാണ് ടി എന്ന് പറയുന്നത്. ഡോ ടി ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് ആയിരിക്കും കിട്ടുക. ദാറ്റ് ഈസ് എങ്ങനെ എഴുതാൻ നമുക്ക് തന്നെ മൈനസ് y ബൈ z സ്ക്വയർ dou u by dou s plus 1 by x dou u by dou t ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് dou u by dou x, dou u by dou y, dou u by dou z കിട്ടിയിട്ടുണ്ട്. ഇത് മൂന്നും കിട്ടി. ഇനി ഇക്വേഷനകത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. x dou u by dou x അല്ലേ പ്ലസ് y dou u by dou y പ്ലസ് z dou u by dou z. That is equal to x into എന്താണ് dou u by dou x നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് dou u by dou x. 1 by y dou u by dou r minus z by x square dou u by dou t. 1 by y dou u by dou r plus minus plus അല്ല minus z by x square dou u by dou t അല്ലേ. ഇതാണ് ഫസ്റ്റ്. പ്ലസ് y ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ആണ് അടുത്തത്. ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മൈനസ് എക്സ് ബൈ വൈ സ്ക്വയർ ഡോ യു ബൈ ഡോ എസ് പ്ലസ് 1 by z ഇൻറ്റു dou u by dou s. ഓക്കെ, ഇവിടെ dou u by dou r ആയിരുന്നു കേട്ടോ. ഇവിടെയാണ് dou u by dou s വരുന്നത്. ഇപ്പുറത്ത് dou u by dou r ആണ്. രണ്ടാമത് കിട്ടി. ഇനി ലാസ്റ്റ് വൺ പ്ലസ് z ഇൻറ്റു dou u by dou z ആണ്. അതിന്റെ വാല്യൂ മൈനസ് y by z സ്ക്വയർ dou u by dou s മൈനസ് y by z സ്ക്വയർ dou u by dou s പ്ലസ് 1 by x dou u by dou t. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്താ കിട്ടാൻ നോക്കിയേ? x by y dou u by dou r മൈനസ് ഇവിടെ ഒരു x കട്ട് ചെയ്ത് പോകും. അപ്പോൾ z by x dou u by dou t. പിന്നെ ഇവിടെ y ഒരെണ്ണം കട്ട് ചെയ്ത് പോകും. മൈനസ് x by y dou u by dou r പ്ലസ് y by z dou u by dou s മൈനസ് ഇവിടെ z കട്ട് ചെയ്ത് പോകും ഒരെണ്ണം. y by z dou u by dou s പ്ലസ് z by x dou u by dou t. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് കിട്ടാൻ നോക്കിക്കേ? എല്ലാം നമുക്ക് കൂടെ കട്ട് ചെയ്ത് പോകും അല്ലേ. എല്ലാം നമുക്ക് കൂടെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. dou u x by y dou u by dou r പോസിറ്റീവ് ഇവിടെ ഉണ്ട്. x by y dou u by dou r നെഗറ്റീവ് ഇവിടെ ഉണ്ട്. പിന്നെ മൈനസ് z by x dou u by dou t ഉണ്ട്. പ്ലസ് z by x dou u by dou t ഉണ്ട്. ഇത് രണ്ടും കട്ട് ചെയ്ത് കളയാം. y by z dou u by dou s ഉണ്ട്. മൈനസ് കൊണ്ടുവന്നുണ്ട്. അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ഫൈനൽ ആൻസർ എന്ത് വരും? ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ x dou u by dou x പ്ലസ് y dou u by dou y പ്ലസ് z dou u by dou z എന്ന് പറയുന്നത് എന്താണ്? 0 ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ചെയിൻ റൂളിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ചെയിൻ റൂളിൽ വരുന്നൊരു പ്രോബ്ലം ആണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് z ഈക്വൽ ടു e raised to xy, x ഈക്വൽ ടു 2u plus v and y ഈക്വൽ ടു u by v, ഫൈൻഡ് dou u by dou z by dou u. ഇവിടെ z എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് x ആൻഡ് y. അതിൽ എക്സും വൈയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് u ആൻഡ് v. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം?
നമ്മുടെ ചെയിൻ ഒന്ന് വരച്ചു നോക്കാം, ആ ട്രീ ഒന്ന് വരച്ചു നോക്കാം. Z ആണ് ഇവിടുത്തെ മെയിൻ ഫംഗ്ഷൻ. അതിനകത്ത് രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സും പിന്നെ ഒന്ന് വൈയും. പിന്നെ എക്സിൽ രണ്ട് വേരിയബിൾ ഉണ്ട്, യുവും വിയും. അതുപോലെ വൈയിലും രണ്ട് വേരിയബിൾ ഉണ്ട്, യുവും വിയും. അപ്പോൾ നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, ഡോ സെഡ് ബൈ ഡോ യു. അതിപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, യു ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. അപ്പോൾ രണ്ടിനെയും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നോക്കിക്കേ. ഇവിടെ z എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം നമുക്ക്, അല്ലേ? ഇ റേസ് ടു എക്സ് വൈ ആണ്. അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ഇ റേസ് ടു എക്സ് വൈ ഇൻറ്റു എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വേണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ആയതുകൊണ്ട് y മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സിന്റെ ഡെറിവേറ്റീവ് ആണെന്ന് വരും. അടുത്തത് പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇ റേസ് ടു എക്സ് വൈ ഇൻറ്റു സോറി, അവിടെ ഒരു സാധനം കൂടെ നമ്മൾ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. എന്താണ്? ഡോ എക്സ് ബൈ ഡോ യു ഇല്ലേ, അതെന്താണ്? ഇതാണ് ഡോ എക്സ് എന്ന് പറയുന്നത്, ഇതാണ് യു പ്ലസ് വി ആണ്. അപ്പോൾ അവിടെ ഡോ എക്സ് ബൈ ഡോ യു നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? വിത്ത് റെസ്പെക്ട് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു യു നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ 2 എന്ന് മാത്രമേ കിട്ടുള്ളൂ. യു 2u പ്ലസ് വിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു എന്ന് പറഞ്ഞാൽ 2 ആണ് വരിക, അല്ലേ? പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇ റേസ് ടു എക്സ് വൈ ഇൻറ്റു എക്സ് വൈന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ, എക്സ് എന്ന് വരും, ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു. ഇതാണ് യു എന്ന് പറയുന്ന ഫംഗ്ഷൻ, വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യു ബൈ വി. അതിനെ വിത്ത് റെസ്പെക്ട് ടു യു ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1/v എന്നാണ്. ഓക്കെ, നൗ ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ ആൻസർ എല്ലാം ഫൈനൽ ആൻസർ യുവിൽ എഴുതാനാണ്, യുവിലും വിയിലും എഴുതാനായിട്ട് ശ്രമിക്കുക. കാരണം വിത്ത് റെസ്പെക്ട് ടു യു ആണ് ഇവിടെ വാരിയബിൾ ഉള്ളത്, യു വി ആണ് വാരിയബിൾ ഉള്ളത്. അപ്പോൾ യുവിലും വിയിലും ആണ് നമ്മൾ ഫംഗ്ഷൻ എഴുതേണ്ടത്. എക്സിനും വൈക്കൊക്കെ മാറ്റി നമുക്ക് ഈ പറയുന്ന എക്സ്പ്രഷൻ കൊടുക്കാം. ഇ റേസ് ടു ഒരു കാര്യം ചെയ്യാം, അതിനകത്ത് ഇ റേസ് ടു എക്സ് വൈനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം, എന്നിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും. 2y പ്ലസ് എക്സ് ബൈ വി ഇങ്ങനെ വരും. ഇതിനകത്ത് എക്സും വൈയും കാണുന്നിടത്ത് എക്സിന് പകരം 2u പ്ലസ് വിയും വൈക്ക് പകരം യു ബൈ വിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക നോക്കിക്കേ. ഇ റേസ് ടു എക്സിന് പകരം 2u പ്ലസ് വി ഇൻറ്റു വൈക്ക് പകരം യു ബൈ വി ഇൻറ്റു ഇവിടെ 2 ഇൻറ്റു വൈ എന്ന് പറയുന്നത് യു ബൈ വി ആണ്, പ്ലസ് എക്സ് എന്ന് പറയുന്നത് 2u പ്ലസ് വി ബൈ ഇവിടെ വി ഉണ്ട്. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ ആണ് അവിടെ ഉള്ളത്, വി. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇ റേസ് ടു 2u e raised to 2u plus v into u divided by v. ഈയുടെ ടേം. പിന്നെ ബാക്കി വരുന്നത് ഇവിടെ കോമൺ ഡിനോമിനേറ്റർ ആണ്. കോമൺ ഡിനോമിനേറ്റർ ആകുമ്പോൾ 2u plus 2u 4u എന്ന് വരും, പ്ലസ് വി ഡിവൈഡഡ് ബൈ വി. വേണം വി ഡിവൈഡ് ചെയ്തിട്ട് എഴുതാം. അതായത് ഇങ്ങനെ വരും, ഇ റേസ് ടു 2u plus v into u by v 4u by v plus 1 എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം. നിർബന്ധമൊന്നുമില്ല അങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇതാണ് നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതും 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ് ചോദ്യം നോക്കിയേ. ലെറ്റ് f of xy equal to root of 3x plus 2y. Find the slope of the surface z equal to f of xy in y direction at the point 2, 1. അല്ലേ? അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സ്ലോപ്പ് ഓഫ് z in y direction എന്ന് പറയുന്നത് എന്താണ്? സ്ലോപ്പ് ഓഫ് z in y direction എന്ന് പറയുന്നത് ഡോ z ബൈ ഡോ y ആണ്, അല്ലേ? അപ്പോൾ ഡോ z ബൈ ഡോ y കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡോ f ബൈ ഡോ y കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ fy കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനകത്ത് ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സ്ലോപ്പ് കിട്ടും. അപ്പോൾ നോക്കി നോക്കിയേ, ഇവിടെ z എന്ന് പറയുന്ന ഫംഗ്ഷൻ, f of xy എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെയാണെന്നിട്ടുള്ള റൂട്ട് ഓഫ് 3x പ്ലസ് 2y. അപ്പോൾ ഡോ z ബൈ ഡോ y എന്ന് പറയുന്നത് എന്തായിരിക്കും? fy എന്നാണ് നമ്മൾ എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 റൂട്ട് 3x പ്ലസ് 2y ഇൻറ്റു 2. അപ്പോൾ ഈ 2 വരാൻ കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y ഈ 3x പ്ലസ് 2y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3x 0 എന്ന് കിട്ടും, അതിന്റെ ഡെറിവേറ്റീവ് 0 എന്ന് കിട്ടും. 2y ന്റെ ഡെറിവേറ്റീവ് ആണ് 2. ഈ 2 നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം.
ഇനി സ്ലോപ്പ് അറ്റ് ഏത് പോയിന്റ് ആണ് 2,5 അല്ലെ 2,5 സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇവിടെ എക്സിന് പകരം 2y പകരം 5 എന്ത് കിട്ടും റൂട്ട് ഓഫ് 3 into 2 plus 2 into 5 എത്ര വരും നോക്കിക്കേ 1 by root of 6 plus 10 16 വരും അല്ലെ റൂട്ട് 16 എന്ന് പറഞ്ഞാൽ എന്താ 1 by 4 അപ്പൊ 1 by 4 ആണ് ഇവിടുത്തെ ഈ സർഫസിന്റെ സ്ലോപ്പ് ഇൻ y ഡയറക്ഷൻ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ.